രഹസ്യം വെളിപ്പെടുത്തൽ നമുക്കറിയാം അല്ലെ. പലരും നമ്മളെ വളരെ വിശ്വസ്തയോടുകൂടി അവരുടെ പല കാര്യങ്ങളും നമ്മളെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടാവും. ചിലത് അവർ എക്സ്പ്ലിസിറ്റ്ലി പറയില്ലായിരിക്കും, ഇത് നിങ്ങൾ വേറെ ആരോടും പറയരുതെന്ന്. പക്ഷെ അണ്ടർസ്റ്റുഡ് ആയിരിക്കും ഇത് നമ്മൾ വേറെ ആരോടും പറയരുത്. കാരണം അവരുടെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ കാര്യങ്ങളായിരിക്കാം. ഒരുപക്ഷെ നമ്മളുടെ അടുത്ത് ഒരു സൊല്യൂഷന് വേണ്ടി നമ്മളുടെ അടുത്ത് വന്ന് പറഞ്ഞതായിരിക്കാം അല്ലെ. സൊല്യൂഷന് വേണ്ടി ചിലപ്പം അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ ബന്ധത്തിലുള്ള കുടുംബത്തിലുള്ള ആരെങ്കിലും കുറിച്ച് അവർ നമ്മളുടെ അടുത്ത് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടാവും. അത് അവർക്കൊരു പരിഹാരത്തിന് വേണ്ടിയായിരിക്കും. അത് അനുവദനീയമായ സിറ്റുവേഷൻ ആണ്. പക്ഷെ നമ്മൾ ഇത് വേറൊരാളോട് പറയുമ്പോൾ അവർ നമ്മളുടെ അടുത്ത് പറയരുതെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമ്മളെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുള്ള ആ രഹസ്യം, ആ ഒരു അമാനത്തിനെ വെളിപ്പെടുത്തലായി. നമ്മളടുത്ത് അതുപോലെ ആരെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള അമാനത്തുകൾ നമ്മളെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വെളിപ്പെടുത്തുക എന്ന് പറയുന്നത് അനുവദനീയമല്ല. വാഗ്ദാനം ലംഘിക്കല് ഇതേപോലെ നമ്മളടുത്ത് എന്തെങ്കിലും പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ചെയ്യാൻ നമ്മൾ ഏറ്റിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ സത്യം അല്ലെങ്കിൽ നമ്മൾ ചെയ്യാമെന്ന് അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത്തരം കാര്യങ്ങളൊക്കെ ഹറാമാണ്. അളവ് പറയൽ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല. പിന്നെ സത്യം ചെയ്യൽ, അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ചല്ല തൊട്ടല്ലാതെ സത്യം ചെയ്യൽ അനുവദനീയമല്ല. അപ്പം ഇത്തരത്തിലുള്ള സംസാരങ്ങളെല്ലാം ഹറാമാണ്. കളവ് പറയുന്നതിന്റെ കാര്യത്തിൽ ചില കൺസെഷൻസ് ഒക്കെ പറയുന്നുണ്ട് പല സ്ഥലങ്ങളിലും. അതായത് ഒരു ഇണകൾ തമ്മിൽ, ഒരു ഭാര്യ ഭർത്താവിനോട് അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയോട് കളവ് പറയാൻ അനുവദനീയമായ ചില സാഹചര്യങ്ങൾ പറയുന്നുണ്ട്. എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുണ്ടാവില്ലേ ഇത് കേട്ടപ്പോൾ. പിന്നെ യുദ്ധമുഖത്ത് കളവ് പറയാനുള്ള അനുവാദം ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അതായത് ചില കാര്യങ്ങൾ അത് ആ ഒരു അവസ്ഥയിലേക്ക് എത്തൽ നിർബന്ധമാണ്. അല്ലെങ്കിൽ ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്, അവർ തമ്മിൽ പിരിയാൻ നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അവർ തമ്മിൽ ചേർക്കാൻ വേണ്ടിയിട്ടല്ലേ ഒരു നല്ലത്, അത് ഭർത്താവ് ഭാര്യയോടോ ഭാര്യ ഭർത്താവിനോട് ഇനി ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ളവർ അങ്ങനെ നിന്നെ കുറിച്ച് ഇങ്ങനെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ മൂപ്പര് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ചേർക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ അത്തരം സിറ്റുവേഷനിൽ അത് അനുവദനീയമാണ്. അതേപോലെ വാജിബായിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇതിങ്ങനെ ചെയ്താലേ ശരിയാവുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് കളവ് പറയൽ നിർബന്ധം തന്നെയാണ്. കാരണം അത് അവിടെ ചിലപ്പോൾ കളവ് പറഞ്ഞാലേ ആ നിർബന്ധം നടക്കുകയുള്ളൂ എന്നുണ്ടെങ്കിൽ. സുബ്ഹാനല്ലാഹ്. എന്നാൽ ഓരോരുത്തരും അവനവനെ എത്രത്തോളം കളവ് പറയാതെ സൂക്ഷിക്കാൻ പറ്റുമോ അതാണ് ഏറ്റവും ഉത്തമം. പിന്നെ ഇതിന്റെ കൂടെ അനുവദനീയമായ ഒരു കാര്യമുണ്ട്. ചിലത് നമുക്ക് കളവ് പറയാതെ, അതായത് പറയേണ്ട പോയിന്റ് പറയാതെ എന്നാ അത് ഒഴിവാക്കിയിട്ട് സത്യം പറയുന്ന ഒരു രീതിയുണ്ട് അല്ലെ. നമ്മൾ ക്ലിയർ ആക്കാണ്ട് അങ്ങനെ പറയാതെ ഒരു ഇത്തിരി ബുദ്ധി ഉപയോഗിച്ച് പറയാൻ, അതും അനുവദനീയമാണ് ആവശ്യമാണെങ്കിൽ. ശരിക്കും ക്ലിയർ ആവുന്നില്ല എന്നാൽ കളവ് പറയുന്നുമില്ല എന്നുള്ള രീതിയിൽ ആവശ്യമാണെങ്കിൽ മാത്രം അതും അനുവദനീയമാണ്. പല സ്വഹാബിമാരും അവരുടെ എന്താ പറയാ മെയ്ഡ്സിലെ, അതായത് വലങ്കൈ ഉടമപ്പെടുത്തിയ അടിമകൾ അവരുടെ അടുത്ത് പോകുമ്പം ഭാര്യമാര് പ്രശ്നമുണ്ടാക്കാറുണ്ട്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ അവരുടെ കൂടെ ആയിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പം അവര് മറുപടി പറയാറുണ്ട് അത്രേ, ഞാനൊന്നും ചെയ്തിട്ടില്ല. അതായത് ആണോ അവർ ചോദിച്ച ചോദ്യത്തിനല്ല മറുപടി പറയുന്നത്, എന്നാ പറഞ്ഞോ അത് പറയുന്നുണ്ട്. കളവ് പറയുന്നത് ഒഴിവാക്കാൻ വേണ്ടി ക്ലിയർ അല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ പറയല്, അത്തരം കാര്യങ്ങൾ അനുവദനീയമാണ്. അബ്ദുല്ലാഹിബിന് റവാഹ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഇതുപോലെ അദ്ദേഹത്തിന്റെ അടിമ സ്ത്രീയുടെ അടുത്ത് പോയി. അപ്പം ഭാര്യ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് പിടിച്ചു കൊടയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഭാര്യ ചോദിച്ചു, നിങ്ങൾ അവരുടെ കൂടെ ആയിരുന്നോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത്രേ. അദ്ദേഹം പറഞ്ഞു, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഖുർആൻ ഓത്. കാരണം ജനാപത്തിലാണെങ്കിൽ ഖുർആൻ ഓതാൻ പറ്റൂലല്ലോ. ഇല്ലെങ്കിൽ നിങ്ങൾ അത് ഓതിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം ഞാൻ അവളെയും കൂടെ ഒന്നിച്ച് ഞാൻ ഇല്ലാണ്ടാക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം ഇതിന് മറുപടിയായിട്ട് ഒരു പദ്യം ചൊല്ലി പോലും. സുബ്ഹാനല്ലാഹ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഖുർആനെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു പദ്യം ചൊല്ലി. ഒരു പക്ഷേ ആ സ്ത്രീക്ക് അത് പദ്യമാണോന്ന് അറിയാത്തത് കൊണ്ടായിരിക്കാം. പക്ഷെ ഇവിടെ കളവ് പറയുന്നത് ഒഴിവാക്കി. സുബ്ഹാനല്ലാഹ്. അപ്പം ഇത്തരത്തില് നമുക്ക് കളവ് പറയുന്നത് ഒഴിവാക്കാൻ വേണ്ടി ക്ലിയർ അല്ലാത്ത കാര്യങ്ങൾ പറയാം, എന്നാലും അതും ആവശ്യമുള്ള സാഹചര്യങ്ങളിൽ മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. അടുത്തത് പരദൂഷണം. ഇത് പറഞ്ഞാൽ തീരാത്തത്ര പറയാനുണ്ട്. സുബ്ഹാനല്ലാഹ്, നമ്മൾ ഇതിനു മുമ്പ് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ എടുത്തിട്ടുള്ള ഒരു വിഷയമാണ്. ഗീബ, നമീമ, ബുഹ്താൻ
ഈ 3 കാറ്റഗറി വളരെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിന്റെ ലിങ്ക് ഞാൻ യാസ്മിനുമായിട്ട് ഷെയർ ചെയ്യാം ഇൻഷാല്ലാ. അത് കേട്ട് നോക്കാം. ഇപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ചുരുക്കി പറഞ്ഞിട്ട് പോകാം. ഖുർആനിലും ഹദീസുകളിലും ഒരുപാട് തെളിവുകൾ വന്നിട്ടുണ്ട് ഇതിനെതിരെ, പരദൂഷണത്തിന് എതിരെ. അത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അതായത് ഏതൊരാള് അവന്റെ സഹോദരന്റെ തിന്മകളിലെ അന്വേഷിച്ച് തപ്പിപ്പിടിച്ച് പറയുന്നുവോ അവൻ ആ സഹോദരന്റെ പച്ച മാംസം കഴിക്കുന്നത് പോലെയാണ്. അല്ലെങ്കിൽ സിനായേക്കാളും അതായത് അഡൾട്ടറി, വ്യഭിചാരത്തിനേക്കാളും മോശമായിട്ടുള്ള ഒരു തിന്മയാണ് പരദൂഷണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ. പല തിന്മകളും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അടുത്ത് പാപമോചനം തേടിക്കഴിഞ്ഞാൽ, തൗബ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മടങ്ങാവുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾ പരദൂഷണം പറയുമ്പം അതിനകത്ത് വേറൊരാളും കൂടെ ഉൾപ്പെടുകയാണ് അല്ലെ. അയാളടുത്തും കൂടെ ഏറ്റു പറയാന്നുള്ള ഒരു കണ്ടീഷൻ വരുന്ന ഒരേ ഒരു കാര്യം, തൗബകളില് അടുത്തൊരു 4-മത്തെ ഒരു കണ്ടീഷൻ വരുന്ന ഒരേ ഒരു കാര്യം പരദൂഷണമാണ്. നമ്മൾ മറ്റൊരു വ്യക്തിയുടെ അഭിമാനത്തിനെയോ അല്ലെ ഏതെങ്കിലും രീതിയിൽ അവന്റെ അഭിമാനത്തിനോ അവന്റെ സ്വത്തിലോ നമ്മൾ കൈവച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവനോട് ഏറ്റു പറഞ്ഞ് മാപ്പ് പറഞ്ഞു കഴിഞ്ഞാലേ, അവൻ മാപ്പ് തന്നു കഴിഞ്ഞാലേ നമുക്ക് രക്ഷയുള്ളൂ. അപ്പം മറ്റെല്ലാ തിന്മകളെക്കാളും ഒരു പക്ഷേ ഇച്ചിരി സിവിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടുള്ള ഒരു തിന്മയാണ് ഗീബത്ത് എന്ന് പറയുന്നത്. ഒരുപാട് തെളിവുകളുണ്ട്. മാത്രമല്ല നമ്മളതുപോലെ ആരുടെയെങ്കിലും തെറ്റുകൾ അങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല, ആരുടെയെങ്കിലും തെറ്റുകൾ നമ്മൾ ഇതുപോലെ അന്വേഷിച്ച് വെളിപ്പെടുത്തുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെയും തിന്മകളെ ചെകഞ്ഞ് പുറത്തു കൊണ്ടുവരുമെന്നാണ് പറയപ്പെടുന്നത്. നമ്മളൊക്കെ ഒരുപാട് തിന്മകൾ അല്ലെ, ഒരുപാട് തെറ്റുകൾ ചെയ്യുന്ന മനുഷ്യന്മാരാണ്. പലതും നമുക്ക് തുറന്നു പറയാൻ മറ്റുള്ളവർക്ക് അടുത്ത് തുറന്നു പറയാൻ പറ്റൂല. അള്ളാഹു സുബ്ഹാനഹു തആല അടുത്ത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അള്ളാഹ്ക്ക് നമ്മൾ ചെയ്യുന്നതെല്ലാം അറിയാം. അപ്പൊ നമ്മൾ മറ്റുള്ളവരുടേത് ചെകഞ്ഞ് നടക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ തിന്മകൾ പുറത്തു കൊണ്ടുവരും. ഔദു ബില്ലാഹ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാട്ടെ. ഈ റിബ എന്ന് പറയുമ്പം അത് ഏത് രീതിയിലും ആവാം. ചിലപ്പം ഒരാളുടെ ശാരീരികമായ ഡെഫിഷ്യൻസിയെ കുറിച്ച് പറയുന്നതാവാം. അയാൾ ഒറ്റക്കണ്ണനാണ്, അല്ലെങ്കിൽ അയാള് ഒരു കണ്ണ് കാണൂല, കഷണ്ടി തലേനാണ്, ചെറുതാണ്, നീളമില്ല, വലുതാണ്, പലതും പറയാം, തടിയനാണ്. ഇതൊക്കെ ഹൈബത്തിൽ വരും. അല്ലെങ്കിൽ അവന്റെ ലീനേജിനെ കുറിച്ച് അല്ലെ, അവന്റെ തറവാടിനെ കുറിച്ച് പറയുന്ന, അവന്റെ വാപ്പ അങ്ങനത്തോനാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ നമ്മുടെ ദൈനംദിന സംസാരങ്ങളിൽ ചിലപ്പോൾ വരാറുണ്ട്. കള്ളുകുടിച്ച് നടന്നവന്റെ മോനല്ലേ അല്ലെ, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. അതൊക്കെ നമ്മൾക്ക് ശരിയല്ലേ? ആണല്ലോ. മൈക്ക് ഓഫ് ചെയ്യണേ. അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. അല്ലെങ്കിൽ അവന്റെ സ്വഭാവത്തിനെ കുറിച്ച്, അവൻ പിശുക്കനാണ്, അല്ലെങ്കിൽ ഭയങ്കര ചൂടനാണ്, അവൻ കേൾക്കണ്ടോ? കേൾക്കാമല്ലോ അല്ലെ. ഓക്കെ. അപ്പം അവന്റെ സ്വഭാവം ഭയങ്കര മോശമാണ്, അല്ലെങ്കിൽ അവന്റെ വസ്ത്രധാരണം ഒന്നും പറയാത്ത നല്ലതല്ലേ. അവൻ വലിച്ചഴച്ച് നടക്കുന്നവനാണ്, അല്ലെങ്കിൽ ഒരു വൃത്തിയില്ലാത്ത ഡ്രസ്സ് അവനിടുക. ഇങ്ങനെ എന്ത് പറഞ്ഞാലും അതൊക്കെ ഗൈബയാണ്. ഇതിന്റെ കണ്ടീഷൻ എന്താന്ന് വെച്ചാൽ തന്റെ സഹോദരനെ പറ്റി അവൻ ഇഷ്ടമില്ലാത്തത് പറയല്. അത് സത്യമാണെങ്കിലും അസത്യമാണെങ്കിലും. സത്യമാണെങ്കിൽ അത് ബുഹ്താനായി, അസത്യമാണെങ്കിൽ അത് ഗൈബയായി. ഞാൻ ഉള്ളതല്ലേ പറഞ്ഞുള്ളൂ എന്ന് നമ്മളങ്ങ് പറയൂലേ. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഇനില്ലാത്തൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയും. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മുടെ സഹോദരനെ കുറിച്ച് അവന് ഇഷ്ടമില്ലാത്തത് അവന്റെ ആബ്സെൻസിൽ പറയുന്നതിനെയാണ് ഗീബ എന്ന് പറയുന്നത്. അത് അനുവദനീയമല്ല, അതുള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും. ചിലപ്പോ അത് സംസാരത്തിലൂടെ ആയിക്കൊള്ളണമെന്നില്ല. ചിലപ്പോ ആരെങ്കിലും ഇങ്ങനെ പോയിന്റ് ചെയ്തിട്ട് അല്ലെ, നമ്മളില്ലേ ചിലപ്പോ കണ്ണോണ്ടൊക്കെ കൈയോണ്ടും കാലോണ്ടൊക്കെ കാണിച്ചില്ലേ, അവനാണ് ഞാൻ അന്ന് പറഞ്ഞില്ലേ, നമ്മൾ ചിലപ്പോ വായ തുറന്ന് പറയണ്ടാവില്ല, കണ്ണോണ്ട് കാണിക്കും, വിരലോണ്ട് ചൂണ്ടിക്കാണിക്കും. അല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ കാലത്ത് എഴുത്തുകളാണല്ലേ, നമ്മളുടെയൊക്കെ കയ്യിലൂടെ എത്ര പരദൂഷണങ്ങളാണ് വാട്സപ്പിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പരന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. ആരാണെങ്കിലും ആരെക്കുറിച്ചാണെങ്കിലും അതൊക്കെ പരദൂഷണം തന്നെയാണ്. നമ്മൾ അവനെക്കുറിച്ച് പറയുന്നത് അവന് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും അത് പരദൂഷണം തന്നെയാണ്. അപ്പൊ പെന്നുകൊണ്ട് എഴുതുന്നതാണെങ്കിലും കൈകൊണ്ട് ടൈപ്പ് ചെയ്യുന്നതാണെങ്കിലും ഒക്കെ ശ്രദ്ധിക്കുക, ആവശ്യമുള്ളത് മാത്രം മതി.
അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുത്ത് ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് അല്ലെ, ഡെയിലി എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ പാപമോചനങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തുക. അറിഞ്ഞും അറിയാതെയും ഒരുപാട് പറഞ്ഞു പോകുന്നുണ്ട്, പലപ്പോഴായിട്ട് നിർത്താൻ ശ്രമിച്ചിട്ടും പറ്റാത്തതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ചിലപ്പം നമ്മൾ പറയുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഒരു കുറ്റവും ഒരു ദോഷവും ഒന്നും പറയൂല. നമ്മൾ എങ്ങനെ പറയുന്ന അറിയോ? ആരെങ്കിലും കുറച്ച് ഓരോ കാര്യം സുബ്ഹാനല്ലാഹ്, അമ്മാതിരി ഒരു ഹയാ ഇല്ലാത്ത ജീവിതം ആവരുതേന്ന് ഞാൻ റബ്ബിന്റെ അടുത്ത് എപ്പോഴും ദുആ ചെയ്യും. ഇവിടെ നമ്മൾ ശ്രമിക്കുന്നത് എനിക്ക് ഭയങ്കര ഹയാണ്, അവർക്ക് ഹയാ ഇല്ല എന്നാണ്. എന്നാൽ പറയാനോ നമ്മൾ ഒരു ഗീബത്തും പറഞ്ഞിട്ടില്ല അല്ലെ. ആരെങ്കിലും ഒരാൾ ഓരെ കാണുമ്പോ എനിക്ക് തോന്നും റബ്ബേ അമ്മാതിരി ഒരു ഹയാ ഇല്ലാത്തൊരു ജീവിതം ആവരുതേ എനിക്കെന്ന് തോന്നിപ്പോകും. ഭയങ്കര ബുദ്ധി ഉപയോഗിച്ചിട്ട് ഗീബ പറയുന്നവരാ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ എവിടെയോ അവരെ ഒന്ന് പറയാണ്ട് ഇടിച്ച് താഴ്ത്തുകയും ചെയ്യാം, നമുക്കൊന്ന് നമ്മളെ ഒന്ന് പറയാതെ ഒരു മഹദ് പറഞ്ഞ് അല്ലെ മദഹ് പറഞ്ഞ് നമ്മളെ ഒന്ന് പൊക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ ചിലരുടെയെങ്കിലും ചില പരിപാടികൾ കാണുമ്പോൾ അല്ലെ, അത് അവരുടെ ദാരിദ്ര്യം കൊണ്ടാവാം, അല്ലെങ്കിൽ കുടുംബങ്ങളിലാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അതിൽ നമ്മളെ ഉള്ളിൽ എവിടെയോ ഒരു ഇൻസൾട്ട് തോന്നുന്നുണ്ടാവും. അത് അവന്റെ കയ്യിലിരിപ്പോണ്ടാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടാവും. പക്ഷെ നമ്മൾ അവന്റെ കുറ്റമൊന്നും പറയില്ല. അതുപോലത്തെ ഒരു അവസ്ഥ എനിക്ക് വരുത്തരുതേ. ഇത് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ, ഇതിൽ മനസ്സിലുള്ള നീയത്താണ് ഇവിടുത്തെ പ്രശ്നം. അത് ആത്മാർത്ഥമായിട്ട് അതുപോലത്തെ ഒരു അവസ്ഥ വരുത്തരുതേ എന്നാണെങ്കിൽ ഓക്കെ. പക്ഷെ നമ്മളുടെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ നമ്മൾ ഓന്റെ കയ്യിലിരിപ്പാണോ, ഓനത് വേണ്ടിയത് തന്നെ ആണെന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നതെങ്കിൽ ഇതും എന്തിൽ പെട്ടോ? ഗീബയിൽ പെട്ടോ. അവിടെ നമ്മൾ നല്ല ആളാവാ അല്ലെ, ഓനും വേണ്ടി ദുആ ചെയ്തിട്ട്. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മാത്രമല്ല ഗീബ എന്ന് പറയുമ്പം നമ്മൾ പറയുന്നവൻ മാത്രമല്ല, കേൾക്കുന്നവനും പെടുകയാണ് അതിനകത്ത്. കേൾക്കുന്നവൻ രക്ഷപ്പെടുന്നില്ല. അപ്പം കേൾക്കുന്ന അവസ്ഥയിൽ എത്തുമ്പോഴും അതിൽ നിന്നും എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുക. അതിന് നിർത്താൻ ശ്രമിക്കുക. നാവ് കൊണ്ട് തന്നെ, കൈ കൊണ്ട് തടയാൻ പറ്റുമോ, നാവ് കൊണ്ട് തടയാൻ പറ്റുമോ ശ്രമിക്കുക. ഇനി ഒന്നും പറ്റില്ലെങ്കിൽ ഹൃദയം കൊണ്ടെങ്കിലും അതിനെ വെറുക്കുക. അല്ലെങ്കിൽ അവന്റെ ആ വാക്കുകൾ ആരെക്കുറിച്ചെങ്കിലും പറയുമ്പം അതിനെ ക്രോസ് ചെയ്തുകൊണ്ട് വേറെന്തെങ്കിലും പറയുക, അല്ലെങ്കിൽ അവരുടെ നന്മകൾ എടുത്ത് പറയുക. എങ്ങനെയും ഗീബ കേൾക്കുന്ന ഒരവസ്ഥയിൽ പോലും നമ്മൾ നിൽക്കണ്ട. ഏതൊരാള് ആ ഇത് ഏതെങ്കിലും ഒരാള് വേറൊരു സത്യവിശ്വാസിയെ കുറിച്ച് എന്തെങ്കിലും മോശമായിട്ട് പറയാന്ന് വെച്ചോ, ഒരു ഡിസ്ഗ്രേസ് ആയിട്ട് അവനെ കുറിച്ച് നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെന്ന് വെച്ചോ, ഓക്കെ, ആ പറയുന്നത് കേൾക്കുന്ന നമ്മൾക്ക് അതിന് തടയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, ഇല്ല അവൻ അങ്ങനെയല്ല, അവനെ കുറിച്ച് നിങ്ങൾ തെറ്റാ പറയുന്നത് നമ്മളെ കൊണ്ട് പറയാൻ പറ്റിയിട്ടും നമ്മളത് പറയുന്നില്ല എന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ നമ്മളെ എല്ലാ സൃഷ്ടികളുടെയും മുമ്പിൽ നാണം കെടുത്തും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാ. ഏതൊരു വിശ്വാസി മറ്റൊരു വിശ്വാസിനെ ഒരു മുനാഫിക്കിന്റെ നാവിൽ നിന്ന് രക്ഷപ്പെടുത്തും. അതായത് ഒരു മുനാഫിക്കാണ് അല്ലേ, സ്വാഭാവികമായിട്ട് ഇങ്ങനെ പറയാം, അത് ആ ഒരു വിശ്വാസിയെ കുറിച്ച് പറയുന്നതിന് അല്ലെങ്കിൽ നെഗറ്റീവ് പറയുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക. ഇല്ല കേട്ടോ, അവൻ അങ്ങനെയൊന്നുമല്ല, ഇക്കാര്യം നിങ്ങൾ ഇനി മേലാൽ ഒരാളും പറയരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വക ഒരു മലായിക്കത്ത് അവന്റെ സംരക്ഷണത്തിനുണ്ടാവും. സുബ്ഹാനല്ലാഹ്. അപ്പം ഇതിനകത്തൊക്കെ പെട്ടുപോകുന്നവരാണ് നമ്മൾ. പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രത്യേകം ഓർക്കുക. ഞാൻ പറഞ്ഞു ഈ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് പറയാൻ. കൂടുതൽ കൂടുതൽ അറിയാൻ വേണ്ടി റബ്ബിന്റെ അടുത്ത് ദുആ ചെയ്യുക, എങ്ങനെ റബ്ബെ ഞാനിത് നിർത്തണം എന്ന്. പിന്നെ നമ്മളുടെ അടുത്ത് റബ്ബ് പറഞ്ഞിട്ടുള്ള തൗബ അല്ലെ, ആ തൗബ ചെയ്ത് മടങ്ങുമ്പോൾ അതിന്റെ കൂടെയുള്ള കണ്ടീഷനായിട്ടുള്ള ഇത് ആരെക്കുറിച്ചാണോ നമ്മൾ പറഞ്ഞത് അവരോട് ഏറ്റു പറയണം എന്നുള്ള ആ ഒരു കണ്ടീഷൻ, അത് വെറുതെ പറഞ്ഞ കണ്ടീഷനൊന്നുമല്ല. അതും കൂടെ നമ്മൾ ചെയ്ത് ശീലിക്കുക. അത് ചെയ്ത് ശീലിക്കുമ്പം പിന്നെ നമുക്ക് അടുത്ത പ്രാവശ്യം ആ ആളെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ ചെറിയൊരു പേടി ഉണ്ടാവും. കാരണം ഇത് ഓരോട് പോയി പറയണല്ലോ, ഞാൻ നിങ്ങളെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയി, നിങ്ങൾ പുറത്തു തരണമെന്ന്. ഭയങ്കര ലജ്ജാവഹമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് അത്. സുബ്ഹാനല്ലാഹ്. ഒരു പ്രാവശ്യം 2 പ്രാവശ്യം നമ്മൾ അങ്ങനെ അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയി, നിങ്ങൾ എനിക്ക് പുറത്തു തരണം എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിനെ കുറിച്ച് എന്തായാലും മറ്റൊരു വ്യക്തിനെ കുറിച്ച് പറയുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കും. അപ്പൊ അത് സീരിയസ് എടുക്കുക, തൗബ ചെയ്യുക. ഓരോ ദിവസവും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാലും നമുക്ക് കൈവിട്ട് പോകും. കാരണം ഞാൻ പറഞ്ഞു, ഓരോ സമൂഹത്തിലും ആഴ്ന്നിറങ്ങിയ ഒരുപാട് തിന്മകളുണ്ട്. നമ്മളിലൊക്കെ ആഴ്ന്നിറങ്ങിയ ഒരു തിന്മയാണിത്. അതുകൊണ്ട് തന്നെ അത്രയും വേര് പിടിച്ച് പറിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. പെട്ടെന്നൊന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂല. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു തിന്മയാണ് നമീമ. നമീമ എന്ന് പറഞ്ഞാൽ പറഞ്ഞു പരത്തല്.
നിങ്ങളെക്കുറിച്ച് ഓരോ അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അല്ലേ? അതാണ് നമീമത്ത് എന്ന് പറയുന്നത്. എന്നാൽ ഓരോ അങ്ങനെ പറയാൻ പാടുണ്ടോ? ഇതും അനുവദനീയമല്ല. ഇങ്ങനെ ആരെങ്കിലും നമ്മളെ അടുത്ത് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ, ഒന്നാമത് ആ പറയുന്ന ആള് പറയുന്നത് വിശ്വസിക്കാനേ പാടില്ല. കാരണം ഒരു കഥ പറഞ്ഞ് പരത്തുന്നവൻ തിന്മ ചെയ്യുന്ന ആള് തന്നെയാണ്. അയാളുടെ ടെസ്റ്റിമോണി അല്ലെങ്കിൽ അയാളുടെ ഷഹാദത്ത് നമ്മൾ എടുക്കാനേ പാടില്ല. ആരെങ്കിലും നമ്മളടുത്ത് പറയാൻ നിങ്ങളെക്കുറിച്ച് ഇന്ന ആൾ ഇന്നത് പറയുന്നത് ഞാൻ കേട്ടെന്ന് പറഞ്ഞു വരികയാണെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ ഇഷ്ടക്കേടിന് അല്ലെങ്കിൽ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തേണ്ടത് നമ്മളടുത്ത് ഈ പറഞ്ഞ ആളാണ്. അവരുടെ അടുത്ത് പറയും മേലാൽ ഇമ്മാരി വർത്തമാനം പറഞ്ഞ് വരരുത്. ഓക്കെ, അതാണ് രണ്ടാമത്തെ പോയിന്റ്. ഒന്ന്, നമ്മൾ അവരെ വിശ്വസിക്കാൻ പാടില്ല, റിജക്ട് ചെയ്യണം. രണ്ട്, അവരുടെ അടുത്ത് പറയാ ഇത് ചെയ്യരുത്. ഈ ഒരു നമീമത്ത് എന്ന് പറയുന്നത് ഭയങ്കര ദോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി മേലാൽ ഇത് ചെയ്യരുത്. അള്ളാഹുവിന് വേണ്ടി ആ വ്യക്തിയെ വെറുക്കുക. കാരണം അള്ളാഹു ആ വ്യക്തിയെ വെറുക്കുന്നുണ്ട്. നമ്മളെ കുറിച്ച് ചിലപ്പം മോശമായിട്ട് വേറൊരാൾ പറഞ്ഞു എന്ന് പറഞ്ഞൊരു വാർത്ത നമുക്ക് ഗുണമായിട്ട് തോന്നിയേക്കാം, എന്നാലും അവരങ്ങനെ പറഞ്ഞല്ലോ എന്ന് തോന്നിയേക്കാം. എന്നാൽ പോലും അള്ളാഹുവിന് വേണ്ടി ആ വ്യക്തിയെ വെറുക്കാനാ പറഞ്ഞിട്ടുള്ളത്. 4, നിങ്ങളെക്കുറിച്ച് ആരാണോ പറഞ്ഞതെന്ന് പറയുന്നത് അല്ലെ, നമ്മളടുത്ത് ഒരാൾ വന്ന് പറയാണ്, അതായത് മിസ്റ്റർ എ വന്ന് പറയാണ് ബി നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എന്ന്. ബിയെ കുറിച്ച് നമ്മൾ മനസ്സിൽ മോശമായിട്ടുള്ള ഒരു വെറുപ്പും ഒരു ചിന്തയും ഉണ്ടാവാൻ പാടില്ല. കാരണം നമ്മളടുത്ത് വന്ന് പറഞ്ഞത് ഒരു മോശമായ ആളാണ്. അങ്ങനെ വിചാരിച്ചു ഈ ആൾ പറഞ്ഞ ആളോടാണ് നമുക്ക് വെറുപ്പ് വേണ്ടത്. 5, ഇനി ഇതിന്റെ പേരിൽ അത് വേറൊരാളടുത്ത് പറയാനോ അല്ലെങ്കിൽ അതിനെ അന്വേഷിച്ച് ചുഴിഞ്ഞു പോകാനോ പാടില്ല. എന്നാലും ഓൻ അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് ഒന്നറിയണല്ലോ, എന്നെ കുറിച്ച് എന്നാലും അത് പറഞ്ഞു, അതിന്റെ പിന്നാലെ പോവാനേ പാടില്ല. പിന്നെ അതായത് ഇത് 5-മത്തത്. 6-മത്തതാണ്, ഇതിനെ പിന്നെ നമ്മൾ ഈ ഒരു ചെയിനിനെ മുന്നോട്ട് കൊണ്ടുപോകാനും പാടില്ല, വേറൊരാളടുത്ത് പറയാനും പാടില്ല. എന്നാലും മറ്റവൻ ഇങ്ങനെ പറഞ്ഞതായിട്ട് ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞു എന്ന് പറയാനും പാടില്ല. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മളെ അടുത്തൊക്കെ ഡെയിലി എന്ന് പറയുന്ന പോലെ നമീമകൾ എത്താറുണ്ട്. എൻ്റെ അടുത്തും നിങ്ങളുടെ അടുത്തും വരാറുണ്ട് അല്ലേ? പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ മാതൃകയാവാൻ ശ്രമിക്കുക, ദുആ ചെയ്യുക, നമ്മളെ കൊണ്ട് കഴിയുന്ന എഫേർട്ടുകളൊക്കെ ഇടുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു അവസ്ഥയിലെത്തുമ്പോൾ എളുപ്പമാക്കി തരും. അപ്പൊ നമ്മളെ അടുത്ത് വന്ന് ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയാൻ ആളുകൾക്ക് പ്രയാസം ഉണ്ടാവും. അവളടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ അവർ ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടി ആരെങ്കിലും കുറ്റം പറയുമ്പോൾ ആ ആളെ ഗുണങ്ങൾ തിരിച്ച് അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ആ ഇൻട്രസ്റ്റ് നഷ്ടപ്പെടും. കാരണം ഇവർ ഇത് പറയുമ്പോൾ കിട്ടുന്ന ആ ഒരു ജ്യൂസിനെസ് ഉണ്ടല്ലോ, ആ ഒരു ഭയങ്കര ഒരു ടേസ്റ്റ് ആണ് അതിന്. സുബ്ഹാനല്ലാഹ്, അതിനു വേണ്ടി വരുന്നതാണ്. അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യാണ്ടാവുമ്പോൾ മെല്ലെ മെല്ലെ മനസ്സിലാവും ആ ഇവരുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ആ വിചാരിച്ച ഒരു ത്രില്ല് കിട്ടൂല അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പൊ വേണ്ട. അപ്പൊ നമ്മള് സ്റ്റേൺ ആയിട്ട് അതോ നമ്മൾ പെട്ടുപോയല്ലോ ഇനിയിപ്പോ എങ്ങനെയാ പറയുക ഇവരുടെ അടുത്ത്, ആ ചിന്തകളൊന്നും വേണ്ട. കാരണം നമുക്ക് ഏറ്റവും ആദ്യം പറഞ്ഞ പോലെ നമ്മളുടെ മുമ്പിൽ പരമമായ ഒരു ലക്ഷ്യമുണ്ട്, റബ്ബിന്റെ തൃപ്തി. അതിനുവേണ്ടി നമ്മൾ എന്തിനും തയ്യാറായിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളൊരു ടെയിൽ കാരിയർ അല്ലെങ്കിൽ ഒരു സ്റ്റോറി കാരിയർ ആയി മാറാൻ ശ്രമിക്കാതിരിക്കുക. ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ച് നിർത്തുക. അത് പിന്നെ വേറൊരാളിലേക്ക് എത്തിക്കുകയും വേണ്ട, അത് ഓർത്ത് വെക്കുകയും വേണ്ട, അപ്പൊ തന്നെ മറന്നേക്കുക. അവരെ പറ്റുമെങ്കിൽ പറഞ്ഞ് തിരുത്തുക, അല്ലെങ്കിൽ വേറെ സംസാരങ്ങൾ കൊണ്ട് അവരെ ക്രോസ് ചെയ്യുക, അല്ലെങ്കിൽ ആ പറഞ്ഞ ആരെക്കുറിച്ചാണോ ദോഷം പറഞ്ഞത് അവരെ കുറിച്ച് നന്മകൾ പറഞ്ഞു കൊടുക്കുക. അടുത്തത് ദ്വിമുഖ സംസാരം, 2 മുഖമുള്ളവർ അല്ലെ? ഇത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. അതായത് അത് സാധാരണഗതിയിൽ ഓപ്പോസിറ്റ്, അതായത് ശത്രുക്കളായ 2 ആൾക്കാരുടെ അടുത്ത് മൂന്നാമതൊരാൾ വരാന്ന് വെച്ചോ. ഒരാളെടുത്ത് വന്നിട്ട് പറയും നിങ്ങൾ ഭയങ്കര സംഭവാട്ടോ, പക്ഷെ മറ്റേ മൂപ്പരുണ്ടല്ലോ ഒന്നിനും കൊള്ളൂല. ഇതേ ആള് മറ്റാളെടുത്ത് പോയിട്ട് ഇത് തന്നെ തിരിച്ചും പറയും. ഇതാണ് ദ്വിമുഖ സംസാരം എന്ന് പറയുന്നത്. ഒരാളെടുത്ത് ഒന്ന് പറയാ, വേറൊരാളെടുത്ത് വേറൊന്ന് പറയാം. അപ്പം ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങേയറ്റം വെറുത്തിട്ടുള്ള ഒരു കാര്യമാണ്. ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവർ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ബുഖാരിയിൽ വന്നിട്ടുള്ള ഹദീസാണ്. അന്ത്യനാളിൽ അള്ളാഹുവിന്റെ അടുക്കലിൽ ജനങ്ങളിൽ നീചന്മാരായി ഇരട്ട മുഖമുള്ളവരെ നിനക്ക് കാണാം. ജനങ്ങളിൽ ഒരു കൂട്ടരെ ഒരു മുഖം കൊണ്ടും മറ്റൊരു കൂട്ടരെ മറ്റൊരു മുഖം കൊണ്ടും അഭിമുഖീകരിക്കുന്നവരാണ് അവർ. ഇത് ആക്ച്വലി കമ്പൽഡ് ആയിട്ടുള്ള ചില ആൾക്കാരുണ്ട്. അതായത് ഇങ്ങനെ പറഞ്ഞേ രക്ഷയുള്ളൂ എന്നുള്ള ചില സിറ്റുവേഷൻസ് ഉണ്ട്, അതിലേക്ക് നമുക്ക് വരാം. അതൊഴികെയുള്ള സാഹചര്യങ്ങളാണ് ഈ പറയുന്നത് കേട്ടോ. അതായത് ചിലപ്പോൾ നമ്മൾ ഇരുമുഖം കാണിക്കേണ്ടത് നിർബന്ധമായിട്ട് വരും, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴികെ. അങ്ങനെയുള്ള സാഹചര്യങ്ങളെ കുറിച്ച് പറയുന്നത് എന്താന്ന് വെച്ചാൽ,
ചിലപ്പം ഈ സത്യനിഷേധികൾ, അവിശ്വാസികൾ, അവർ പരസ്പരം എന്തായിരിക്കും, ഭയങ്കര കട്ട ചങ്സ് ആയിരിക്കും അല്ലെ. അവരെടുത്ത് ചെന്നിട്ട് അവര് നമ്മളെ കൂടെ നിന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും രീതിയിൽ അപകടമുണ്ടാകും, നമ്മുടെ സേഫ്റ്റിക്ക് എന്തെങ്കിലും ദോഷമുണ്ടാകും എന്ന് വെക്കുക. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മളുടെ സേഫ്റ്റി, നമ്മളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സുഖിപ്പിച്ചോ തിരിച്ചോ മറച്ചോ ഒക്കെ പറയാം. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിനകത്ത് അബൂ ദർദ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്, ചില ആളുകളെ മുഖത്ത് നോക്കി ഞങ്ങൾ പുഞ്ചിരിക്കാറുണ്ടായിരുന്നു, ഞങ്ങളുടെ ഹൃദയത്തിൽ നിറച്ചും അവരെ ശപിച്ചുകൊണ്ട്. ബുഖാരി തന്നെ പറഞ്ഞ വേറൊരു ഹദീസിൽ ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്, തുഖിയ, ഈ ഒരു കാര്യത്തിന് തുഖിയ എന്നാണ് പറയുന്നത്. തുഖിയ ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെ അനുവദനീയമാണ്. അതായത് നമ്മുടെ സേഫ്റ്റിനെ അത് ബാധിക്കും എന്നുള്ള അവസ്ഥയിൽ നമ്മൾ ഈ വീട്ടിലുള്ള എന്താണ് വാപ്പന്റെയും ഭർത്താവിന്റെ അല്ലെങ്കിൽ ഉമ്മന്റെ ഒന്നും ഇടയ്ക്കുള്ള സേഫ്റ്റി അല്ല കേട്ടോ ഈ ഉദ്ദേശിക്കുന്നത്. ഭരണാധികാരികൾ അല്ലെങ്കിൽ ഒരു നാടിന്റെ തന്നെ അതായത് സത്യനിഷേധികളുടെ ഇടയിൽ നമുക്ക് ഒരു ഹാർമണി ഉണ്ടാക്കണമെങ്കിൽ, ഇതേ രക്ഷയുള്ളൂ എന്നുണ്ടെങ്കിൽ അവിടെ ഇരുമുഖ നയം അനുവദനീയമാണ് എന്നാണ് പറയുന്നത്. ഇനി 11ാമത്തെ കാര്യം പറയുന്നത് അമിത പ്രശംസ, മദഹ് പറയാം. ഇതില് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മദഹ് പറയുന്നതിൽ. അത് മനുഷ്യന്മാരെ കുറിച്ചാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ല. അത് രണ്ട് സൈഡും, ആരെ കുറിച്ചാണോ പറയുന്നത് അവർക്കും ദോഷമുണ്ട്, ആരാണോ പറയുന്നത് അവർക്കും ദോഷമുണ്ട്. ആരാണോ പറയുന്നത്, ഇപ്പൊ ഒരാളെ കുറിച്ച് പ്രശംസിക്കാന്ന് വെച്ചോ, അയാളുടെ ദോഷം എന്താന്ന് വെച്ചാല് അയാൾ പറയുന്നത് ചിലപ്പം ശരിക്കും ഉറപ്പില്ലാത്ത കാര്യമൊന്നും ആയിരിക്കാം. കാരണം ഇയാളുടെ തോന്നലായിരിക്കാം. നമ്മളിപ്പോ ഒരാളെ കുറിച്ച് ഒരുപാട് സ്തുതിച്ച് പൊക്കി 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 അങ്ങ് പറയാന്ന് വെച്ചോ, നമ്മൾ അയാളെ കുറിച്ച് പറയുന്നത് ചിലപ്പം ശരിയായ ഒരു കാര്യമാവില്ല, നമ്മളുടെ തോന്നലാവാം. നമുക്ക് അതിന്റെ യാഥാർത്ഥ്യം ഒരു പക്ഷെ അറിയാത്തൊരവസ്ഥയായിരിക്കാം. ചിലപ്പം ചിലരിങ്ങനെ പറയും, ഭയങ്കര തക്കവയുള്ള മനുഷ്യനാണ്, ഒരു തിന്മയിലേക്കും പോകൂല, അവരെ കണ്ടുപഠിക്കണം. സുബ്ഹാനല്ലാഹ്, ആൾക്കേ അറിയുള്ളൂ അല്ലെ ആളുടെ അവസ്ഥ എന്താണെന്ന്. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ പറയുന്ന ആള് അറിഞ്ഞോ അറിയാതെയോ കളവില് ചെന്ന് പെടുകയാണ്. കാരണം ഇയാൾക്ക് അറിയില്ല ഇത് ഉള്ളതാണോ, ഞാൻ ഈ പറയുന്ന ആൾ, എനിക്ക് തോന്നുകയാണ് അയാൾ ഭയങ്കര സംഭവമാണെന്നല്ലേ. അപ്പം തഖ്വയെ കുറിച്ചും ഇത്തരത്തിലുള്ള നമ്മളെ നേരിട്ട് കണ്ണിൽ കാണാത്ത കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞ് പ്രശംസിക്കരുത്. കാരണം ചിലപ്പോൾ നമ്മൾ പറയുന്നത് കളവായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യേണ്ട ആളെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ പൊക്കി അടിക്കുന്നത് അല്ലെ. അയാൾ വളരെ മോശപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ് ഓപ്പൺ സിന്നിങ്, അതായത് പ്രത്യക്ഷമായ ആളുകൾ കാണെ തിന്മകൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് അള്ളാഹ്ക്ക് തീരെ വെറുപ്പുള്ള കാര്യമാണ്. അങ്ങനെയുള്ള ഒരാളെ ആയിരിക്കാം ചിലപ്പം ഈ പറഞ്ഞ മദഹ് പറഞ്ഞ് ഉണ്ടാക്കുന്നത്. അത് അയാൾ പോലും അറിയാതെ ആ ഒരു തിന്മയിൽ വെറുക്കപ്പെട്ട ആൾക്കാരിൽ ചെന്ന് പെടുകയാണ് അറിയാതെ. അപ്പൊ മദഹ് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കറിയാത്ത ഒരു കാര്യവും ഓവറായിട്ട് ഒരാളെയും പൊക്കി പറയണ്ട. ഇനി മദഹ് ചെയ്യപ്പെട്ട ആൾ, അതായത് പ്രശംസിക്കപ്പെട്ട ആളുടെ ഭാഗത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആ ആളില് അത് കിബറിനുള്ള ഒരു കാരണമായേക്കാം അല്ലെ, ആജബിനുള്ള ഒരു കാരണമായേക്കാം. ഓ ഞാനൊരു സംഭവമാണ് കേട്ടോ എന്നുള്ള ഒരു തോന്നല് വന്നേക്കാം. ഈ രണ്ട് കാര്യങ്ങളും ദോഷകരമാണ് ഈ കേൾക്കുന്ന ആൾക്ക്. സുബ്ഹാനല്ലാഹ്. ഇനിയിപ്പൊ ഇനി അങ്ങോട്ടും പോവാനില്ല, ഞാൻ എത്തേണ്ടതിന്റെ പീക്കിലെത്തി എന്നൊക്കെ ഒരു തോന്നൽ അങ്ങ് വന്നേക്കാം. സുബ്ഹാനല്ലാഹ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബുഖാരിയിൽ പറഞ്ഞ ഒരു റിപ്പോർട്ടിൽ ഇതുപോലെ ഒരാൾ വേറൊരാൾ അമിതമായി പ്രശംസിക്കുന്നത് കണ്ടപ്പോൾ പറഞ്ഞു, നിനക്ക് നാശം, നീ നിന്റെ സഹോദരന്റെ അല്ലെങ്കിൽ നിന്റെ സുഹൃത്തിന്റെ കഴുത്താണ് കഴുത്ത് കട്ട് ചെയ്തിരിക്കുന്നു. അപ്പം അത്രക്ക് തീവ്രമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതെന്ന്. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ, ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഒക്കെ ധാരാളമായിട്ട് പ്രശംസിക്കാറുണ്ടായിരുന്നു. അവര് ഈ പറഞ്ഞ ചില തിന്മകളല്ലേ, നമ്മൾ പറഞ്ഞ കിബർ അല്ലെങ്കിൽ അജബ്, അതായത് ഞാൻ ഭയങ്കര സംഭവമാണെന്നുള്ള തോന്നൽ, അത്തരത്തിലുള്ള തിന്മകളിൽ നിന്നൊക്കെ മുക്തരായവരാണ്. അവരെ പ്രശംസിച്ചതിന്റെ പേരിൽ അതിലൊന്നും ചെന്ന് പെടൂലാന്ന് ഉറപ്പുള്ള ആൾക്കാരായതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ധാരാളമായി പ്രശംസിക്കുമായിരുന്നു. അപ്പൊ നമ്മൾ നമുക്കതൊന്നും അറിയൂല അല്ലെ, കഴിയുന്നതും ഓവറാക്കാണ്ട് നിൽക്കുക. അങ്ങനെ ഒരുപാട് തോന്നുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാ, ഈ ആളിൽ നിന്ന് നമുക്ക് എന്തോ ഗുണം കിട്ടിയതുകൊണ്ടായിരിക്കല്ലോ അല്ലെ നമ്മൾ അത് പറയുന്നത്. ഈ ഗുണം റബ്ബിൽ നിന്നല്ലേ വന്നത്. റബ്ബിനെ അങ്ങ് കണക്കില്ലാണ്ട് പ്രശംസിച്ചു, റബ്ബിന് ഇഷ്ടം പോലെ അങ്ങ് ഹംദ് കൊടുത്തു, നല്ല വേറെ വെറൈറ്റി ഹംദുകൾ. സുബ്ഹാനല്ലാഹ്. ഈ ആളെ നമുക്ക് തന്നതിന് ആ ആൾക്ക് വേണ്ടി ദുആ ചെയ്തോ, അത് മതി.
കാരണം നമ്മളും അവരും അറിഞ്ഞോ അറിയാതെ ഒരു തെറ്റ് ചെന്ന് പെടുന്നതിനേക്കാൾ എന്തുകൊണ്ടും സേഫ് അതല്ലേ. അപ്പം ഈ ഒരാൾ കേൾക്കുന്ന ആള് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്, അയാൾക്ക് കിബിറ് വരാതിരിക്കാൻ വേണ്ടിയിട്ടും അജബ് വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. മാത്രമല്ല ചിലപ്പം കേൾക്കുന്ന ആൾക്ക് ആ ഒരു സെൽഫ് കൺട്രോൾ ഇല്ലാത്ത, അല്ലെങ്കിൽ ഞാൻ സംഭവമാണെന്ന് ശരിക്കും തോന്നുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് തോന്നും, ഓ ഞാൻ എവിടേക്കോ എത്തി, ഇനി അങ്ങോട്ട് എനിക്ക് നന്നാവാനൊന്നും ഇല്ല അല്ലേ, ഓ ഞാൻ എത്തേണ്ട ലെവലിലൊക്കെ എത്തിയെന്ന് തോന്നി ഒരുപക്ഷെ അയാൾ ഇനി ഇമ്പ്രൂവ് ചെയ്യുന്നത് നിന്നു പോയേക്കാം. അങ്ങനെ തോന്നുന്ന ആൾക്കാരും ഉണ്ടല്ലോ അല്ലെ. അപ്പം നമ്മളെല്ലാവരും ഇത്തരത്തിൽ കിബറിലും അജബിലും ഒക്കെ ചെന്ന് പെടാൻ സാധ്യതയുള്ള സാധാരണ മനുഷ്യന്മാരാണ് നമ്മൾ. അപ്പൊ അതുകൊണ്ട് പ്രശംസ ഒരുപാട് കൊടുക്കുമ്പോഴും ഒരുപാട് കിട്ടുമ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് കിട്ടുമ്പം അതിനു വേണ്ടിയുള്ള ദ്വാകളുണ്ട്. ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ കിബറിലും ഒന്നും ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ എപ്പോഴും കൂടെ മുറുകെ പിടിക്കുക. കാരണം എല്ലാവർക്കും ഒന്നും ഈ ഒരു കാര്യം എപ്പോഴും ഒന്നും ഓർമ്മ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അല്ലേ. ഓ ഇവര് ശരിക്കും എന്നെ ശരിക്കും അറിഞ്ഞിട്ടാണ് ഇവർ പ്രശംസിക്കുന്നെങ്കിൽ അല്ലെ പറയുന്നെങ്കിൽ ഇവരിതൊന്നും പറയൂലായിരുന്നു എന്ന് ഒരു ചിന്ത ചിലപ്പം എല്ലാവർക്കും എപ്പോഴും വന്നോളണമെന്നില്ല. ഓ ഇവര് പ്രശംസിക്കുന്നതിന് മാത്രമൊന്നും ഞാനില്ല എന്നുള്ള ഒരു ഓർമ്മ വന്നോളണമെന്നില്ല. അതുകൊണ്ട് മദഹ പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നാവിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള എല്ലാ ദോഷങ്ങളെ തൊട്ടും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ചുരുക്കി പറഞ്ഞു വെച്ചതേ ഉള്ളൂ. ഒരുപാട് പറയാൻ, ഓരോ വിഷയങ്ങളും ഒരുപാട് പറയാനുള്ളതാണ്. എന്നാലും നമുക്കൊരു സമയത്തിനൊരു പരിധിയുണ്ട് അല്ലെ, ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ. അള്ളാഹു ഓരോരുത്തരും ഇത് കേട്ട് ഓരോരുത്തരും ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതിൽ എന്തൊക്കെയാണ് നമ്മളിലുള്ളത്, എന്തൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതലുള്ളത്, അതിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. അത് തിരുത്താൻ വേണ്ടി തീരുമാനിക്കുക, അത് തിരുത്താൻ വേണ്ടി ദുആ ചെയ്യുക. റബ്ബിന്റെ അടുത്ത് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുകൾ നമ്മളുടെ ഭാഗത്ത് നിന്ന് എടുക്കുക. അതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി, നമ്മളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാം. അള്ളാഹുവിന്റെ അടുത്ത് ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിനെ സീരിയസ് ആക്കി എടുക്കുമ്പം റബ്ബ് അതിനുള്ള സഹായം നമുക്ക് എത്തിക്കും. മെല്ലെ മെല്ലെ. ആരും നാളെ തന്നെ വന്നിട്ട് അല്ലോ എനിക്ക് മാറാൻ പറ്റുന്നില്ല, ഇതൊക്കെ കേട്ടിട്ട് ഞാൻ മാറുന്നില്ല എന്നൊന്നും ആരും വിചാരിക്കണ്ട. വീണ്ടും പറയാണ്, നമ്മളിൽ വേരിറങ്ങി പോയിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇതൊക്കെ. ഒരുപാട് സമയമെടുക്കും. ദ്വാ ചെയ്യുക, ദ്വാ ചെയ്യുക, ദ്വാ ചെയ്യുക, ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെ പിടിച്ചു കുലുക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. നമ്മൾ ഡെയിലി എല്ലാ വക്തിലും ദ്വാ ചെയ്ത് കരയുന്ന, അതുപോലെ തന്നെ നമ്മളുടെ ഇഹവും പരവും ഇല്ലാതാക്കുന്ന ദോഷങ്ങളിൽ പെട്ടതാണ് ഇതൊക്കെ. അപ്പം അത്രയും സീരിയോസിറ്റിയോട് കൂടി, അത്രയും മറക്കാതെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് റബ്ബിന്റെ അടുത്ത് ദുആ ചെയ്യാം. നമ്മളുടെ ദുആകൾ ആത്മാർത്ഥമാകുമ്പോൾ റബ്ബിൽ നിന്നുള്ള സഹായം വരും. റബ്ബ് സഹായിച്ചാൽ അല്ലെ, അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല വ അൻത തജഅലുൽ ഹസ്ന ഇദാ ശിഅത സഹ്ല. റബ്ബിന്റെ എളുപ്പം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം എളുപ്പമാണ്. സത്യം പറയുകയാണെങ്കിൽ എളുപ്പം എന്ന് പറയുന്നത് എന്താണെന്നറിയോ, ഒരു പ്രത്യേക ടാസ്ക് അല്ലെങ്കിൽ ചെയ്യാനുള്ള ഒരു പ്രത്യേക കാര്യം അത് എളുപ്പമായതുകൊണ്ടാണ് നമ്മളത് ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് എളുപ്പമാണ്, അല്ലെങ്കിൽ എളുപ്പം എന്ന് പറയുന്നത് ഒരു പ്രത്യേക വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ടാസ്കിനെയോ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല. എളുപ്പം എന്ന് പറയുന്നത് റബ്ബ് എളുപ്പമാക്കിയതൊക്കെ എളുപ്പമാണ്. ആ ദുആ അതാണ്, അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല. റബ്ബ് എളുപ്പമാക്കിയത് അത് എന്തായാലും ആർക്കായാലും എളുപ്പമാണ്. അപ്പൊ റബ്ബ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകൾ നമ്മൾ എടുക്കുക. ഇതുപോലെ എളുപ്പം, ഈ നാവിന്റെ കാര്യമില്ല, ഇതുപോലെ നമ്മൾ എന്ത് കേൾക്കുമ്പോഴും ഇപ്പൊ നമ്മള് റമളാൻ അഭിമുഖീകരിക്കുകയാണ് അല്ലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഈ വരുന്ന റമളാനിലേക്ക്, അതിന്റെ അവസാനം വരെ അല്ലെ, നമ്മളെ ഏറ്റവും നല്ല ആരോഗ്യത്തോടു കൂടി, ഏറ്റവും നല്ല നിയ്യത്തോടു കൂടി, ഏറ്റവും നല്ല ഇഖ്ലാസോടു കൂടി ആ റമളാൻ മുഴുവനും കടത്തിത്തരാൻ റബ്ബിന്റെ തൗഫീഖ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. അതുപോലെ ഒരുപാട് ബറക്ക ഉണ്ടാവട്ടെ. കാരണം നമ്മൾ റമളാനിൽ എത്തുക, റമളാനിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതല്ല, അതിനകത്ത് നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതാണ്. ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യാൻ, അള്ളാഹുവിൽ ഏറ്റവും സ്വീകാര്യമായ കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് നമുക്കുണ്ടാവട്ടെ. അപ്പൊ റമളാനിലേക്ക് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടല്ലേ, നമുക്കറിയാം നമ്മളെല്ലാവരും ഈ കഴിഞ്ഞ ഒരു വർഷം അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് നമ്മളിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്ന ഒരുപാട് തിന്മകളുണ്ട്. നമ്മൾ ശ്രമിച്ചിട്ടും മാറാത്ത പലതും ഉണ്ട്. ഓരോരുത്തർക്ക് അത് ഓരോന്നായിരിക്കും. ഓരോരുത്തരുടെ നെഫ്സിന്റെ ഇച്ഛകൾ വേറെ വേറെ ആയിരിക്കും അല്ലെ. പലരും പലതിലും വിട്ടുകിടക്കുന്നവരായിരിക്കും. എന്താണെന്ന് ഞാനിപ്പോ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഒരാളെ ബാധിക്കുന്നതായിരിക്കും, ഒന്ന് വേറൊരാളെ ബാധിക്കുന്നതായിരിക്കില്ല. അപ്പൊ എല്ലാവരും ചോദിക്കും എന്നെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന, അല്ലെങ്കിൽ ഞാൻ മാറണം ശ്രമിച്ചിട്ട് മാറാത്ത കാര്യം എന്താണെന്ന്. ഞാൻ പറഞ്ഞ പോലെ അതിന്റെ ടിപ്പ് ഇതേ ഉള്ളൂ, നമ്മൾ അതിനെ സീരിയസ് ആക്കി എടുക്കുക. തെറ്റാണെന്ന് പലതും നമുക്ക് തെറ്റാണെന്ന് ഒരാൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നമുക്കറിയാം നമ്മൾ ചെയ്യുന്ന പലതും തെറ്റാണെന്നല്ലേ. അതിനെ സീരിയസ് ആക്കി എടുക്കുക, അത് മാറ്റണം എന്ന് നിയ്യത്ത് വെക്കുക, ദ്വാ ചെയ്യുക, അതിനു വേണ്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുകൾ ചെയ്യുക. മിസ്സായി കഴിഞ്ഞാൽ വീണ്ടും എടുക്കുക, തൗബ ചെയ്ത് മടങ്ങുക, വീണ്ടും ശ്രമിക്കുക. നമ്മൾ അതിനെ ഭയങ്കര സീരിയസ് ആക്കി എടുക്കുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ റബ്ബിന്റെ സഹായം ഉണ്ടാവും.
റബ്ബിനെ ഇബാദത്ത് ചെയ്യണമെങ്കിൽ റബ്ബിന്റെ സഹായം കൂടിയേ തീരൂ. റബ്ബിന്റെ സഹായം ഉണ്ടായി കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ എളുപ്പം ആർക്കും ഒന്നിലും കിട്ടാനില്ല. അപ്പം ഒരു ജനറൽ ടിപ്പാണിത്. എന്തൊരു പ്രശ്നമാണെങ്കിലും സീരിയസ് ആക്കി എടുക്കുക. അത് മാറ്റുന്ന കാര്യം സീരിയസ് ആക്കി എടുക്കുക. ചില സമയത്തുണ്ടല്ലോ നമുക്കിത് സീരിയസ് ആക്കാനും പോലും നമുക്ക് സമയം ഉണ്ടാവില്ല. അത്ര ബിസി ആയിരിക്കും നമ്മളെ ജീവിതത്തിൽ, അല്ലേ? നമ്മൾ രാവിലെ എണീക്കുന്നു, മക്കളെ സ്കൂളിൽ പറഞ്ഞയക്കുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്നു, ക്ലീൻ ചെയ്യുന്നു, നിസ്കരിക്കുന്നത് ഇതിന്റെ ഇടയ്ക്കുള്ള ഒരു ഓട്ടമാണ് നമ്മളെ നിസ്കാരങ്ങളൊക്കെ. വൈകുന്നേരം ആവുന്നു, കുട്ടികൾ തിരിച്ചു വരുന്നു, പഠിപ്പിക്കുന്നു, ഹസ്ബൻഡിന് ഭക്ഷണം കൊടുക്കുന്നു, കിടന്നു കഴിഞ്ഞ്. ഇതിന്റെ ഇടയ്ക്ക് നമ്മളെ പല തിന്മകളും സീരിയസ് ആയിട്ട് ചിന്തിക്കാൻ പോലും നമുക്ക് സമയം ഉണ്ടാവാറില്ല. ഒരു ദിവസം ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് എങ്കിലും ഓരോ വക്ത് നമസ്കാരത്തിന്റെ മുമ്പ് നമ്മൾ കാണാം. ഒരു 5 മിനിറ്റ് ഒരു വക്ത് നമസ്കാരത്തിന് മുമ്പ് കാണുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കഴിഞ്ഞ നമസ്കാരം മുതൽ ഈ നമസ്കാരം വരെയുള്ളത് ഓർത്താൽ മതി. എന്തൊക്കെ കാര്യങ്ങളുണ്ട്, റബ്ബെ ഞാൻ എത്ര ശ്രമിച്ചിട്ടും എന്നെ കൊണ്ട് മാറ്റാൻ പറ്റുന്നില്ല റബ്ബെ എന്ന് സീരിയസ് ആയിട്ട് അത് പോയിന്റ് ചെയ്ത് ലിസ്റ്റ് ചെയ്ത് അതുകൊണ്ട് ദുആയില്ലേ, അതുകൊണ്ട് നമസ്കാരത്തിലേക്ക് പോവാം. റബ്ബിന്റെ അടുത്ത് സീരിയസ് ആയിട്ട് പറഞ്ഞേൽപ്പിക്കുക. നമ്മളെ ജീവിതത്തിൽ ഒരുപാട് നമ്മൾ അലട്ടുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിന്റെ കൂടെ അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ട്, കാരണം ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ അവസാനത്തെ ശ്വാസം വലിച്ചാൽ തീരുന്നതേ ഉള്ളൂ. പിന്നെ അതിന് വാലിഡിറ്റി ഇല്ല. നമ്മൾ ഈ റബ്ബിന്റെ അടുത്ത് കരഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനും നമ്മുടെ അവസാന ശ്വാസം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വാലിഡിറ്റി ഇല്ല, അല്ലെ? പക്ഷെ ഈ കാര്യങ്ങൾ നമ്മളിൽ തിരുത്താനുള്ള ഈ കാര്യങ്ങൾ അത് കഴിഞ്ഞാലാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആവുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ആത്മാർത്ഥമായിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്ത് ആ പോയിന്റ്സ് ചിന്തിച്ച് ദുആ ചെയ്ത് റബ്ബിന്റെ അടുത്ത് പൊട്ടിക്കരഞ്ഞ് ഏൽപ്പിക്കുക. അങ്ങനെ പൊട്ടിക്കരച്ചിലൊക്കെ നമുക്ക് വരണമെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം. നമ്മൾ ചെയ്യുന്ന തെറ്റുകളെ കുറിച്ച് ചിന്തിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുക തന്നെ വേണം. എത്ര സമയമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും റബ്ബ് അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാ. ഇവളിതൊന്നും സീരിയസ് ആക്കി എടുക്കുന്നില്ല, വെറുതെ ഒരു ഓട്ടത്തിൽ കുറെ ദുആ ബൈഹാർട്ട് പഠിച്ചത് എന്തൊക്കെയോ പറഞ്ഞു പോണോന്നല്ലാണ്ടല്ലേ. ഇവക്ക് ഇത് ഇത്ര വലിയ സീരിയസ് ഒന്നും അല്ലാന്ന് റബ്ബിനറിയാം. നമ്മൾ സീരിയസ് ആക്കി ഒന്ന് റബ്ബിന്റെ അടുത്ത് പറഞ്ഞു നോക്കിയേ. റബ്ബ് അതിൽ നിന്ന് നമുക്ക് എളുപ്പം കൊണ്ടുവരും. പല രീതിയിലായിരിക്കും എളുപ്പങ്ങൾ കൊണ്ടുവന്ന് തരുന്നത്. അതിനുവേണ്ടി എളിമ എത്തിച്ചിട്ടായിരിക്കാം, അതിനുവേണ്ടി സാഹചര്യങ്ങൾ തന്നിട്ടായിരിക്കാം, അല്ലെങ്കിൽ അതിനെ നമ്മളെ സഹായിക്കുന്ന ആളുകളെ തന്നിട്ടായിരിക്കാം. പല രീതിയിൽ റബ്ബ് എളുപ്പം തരും. നമുക്ക് എല്ലാവർക്കും അത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരല്ലേ നമ്മളെ ജീവിതം കൊണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം സീരിയസ് ആക്കി എടുക്കുക എല്ലാം. ഞാൻ ഈ നാവിന്റെ കാര്യമേ അല്ല പറയുന്നത്. ജനറലി നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. റംസാനായിട്ട് നമ്മൾ തിരുത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം സീരിയസ് ആക്കി എടുക്കുക. എല്ലാം പറ്റുമെങ്കിൽ എല്ലാം കൂടെ അല്ലെങ്കിലും കുറച്ചെങ്കിലും എഴുതി വെച്ച് അതിനെക്കുറിച്ച് ചിന്തിച്ച് കുറച്ചു നേരം അതിനെക്കുറിച്ച് ഇരുന്ന് ചിന്തിക്കുക. ഞാൻ എന്താ ചെയ്ത് കൂട്ടുന്നത്? എത്ര കാലമായി ഞാൻ പഠിക്കുന്നത്, എനിക്ക് തിരുത്താൻ പറ്റുന്നില്ലല്ലോ, ഞാൻ ഒരു സ്റ്റെപ്പ് എടുക്കുന്നില്ല, അല്ലെങ്കിൽ സ്റ്റെപ്പ് എടുത്തിട്ട് അത് പാളി പോകുന്നുണ്ടല്ലോ, ഞാൻ തൗബ ചെയ്യുന്നില്ലല്ലോ എന്ന് നമ്മൾ തന്നെ ഇത് നമ്മൾ പാസിംഗ് തോട്ടിൽ ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനായിട്ട് നമ്മൾ ഇരിക്കുന്നുണ്ടാവില്ല. കാരണം നമ്മൾ തിരക്കാണല്ലോ, അല്ലെ? നമ്മൾ